എമോഷണൽ ആയി പോകും. അതുകൊണ്ട് നഷ്ടക്കണക്കൊന്നും ലേഡീസിന്റെ അടുത്ത് പറയരുത്. ഇത്തിരി അന്തസ് വേണ്ട ഇവർക്കൊക്കെ. ഇവരെയൊക്കെ വീട്ടിലും പെണ്ണുങ്ങളില്ലേ? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടോ? വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പൈസ ചോദിക്കുന്നത്. നാലാമത്തെ തൂണാണ് മാധ്യമം, അത് മറന്നു പോരുത്. അത് ഞങ്ങളൊക്കെ ഒന്നും ബ്ലഡ് എടുത്ത് ഇവര് ബോട്ടിൽ അടച്ചു. ഇവരൊന്നും ഉണ്ടാക്കില്ല, കോടികൾ ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നഷ്ടത്തിലാക്കുന്നതാണ്. ഗണേഷ് കുമാറിന് ഒരു പ്രതീക്ഷ ഉണ്ട്. അത് KSRTC ജീവനക്കാരിയായ ഒരു ചേച്ചിയാണ് സംസാരിക്കുന്നത്. KSRTC നിന്നും ശമ്പളം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ചേച്ചി സംസാരിക്കുന്നത്. ഇത് ഒന്നും രണ്ടും വീഡിയോകളല്ല, അനേകം ആൾക്കാർ അല്ലെങ്കിൽ അനേകം KSRTC ജീവനക്കാർ ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. 5-ാം തീയതി തരുന്നില്ലേ, അല്ലെങ്കിൽ 15-ന് തരുന്നില്ലേ, പിന്നെ 25-ന് തരുന്നില്ലേ, 2 ഗഡുവായിട്ട് തരുന്നില്ലേ? ഇത് ഏത് വിധത്തിലാണ് ന്യായം? നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 1000 രൂപ, ഒരു മണിക്ക് ഒരു വാല്യൂ ഉണ്ട്. മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ സമയത്തിന് കിട്ടണം, അല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അതായത് ഈ മണി വാല്യൂ പകുതി പകുതിയായിട്ട് മുറിച്ച് തരുമ്പോ ഇപ്പൊ കറക്റ്റ് ടൈമിന് ഇപ്പൊ ഫീസ് അടയ്ക്കണം 5-ാം തീയതി. അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരു പവൻ ഉരുപ്പടി കൊണ്ടുപോയി പണയം വെക്കാം. ലേഡി ആയതുകൊണ്ടാണ് ലേഡീസിന്റെ കാര്യം പറഞ്ഞത്. ഒരു ഉരുപ്പടി കൊണ്ടുപോയി പണയം വെച്ച് ഞങ്ങളെ വീട്ടിലെ കാര്യം നടത്തും. പക്ഷെ ഇത് വരണത് 10-ാം തീയതി ആവുമ്പോ ശമ്പളം വരണത് പകുതിയാണ്. റിക്കവറിയും പോയിട്ട് പകുതി വരുമ്പോ എത്ര വരും? അപ്പൊ ഇത് ഉരുപ്പടി എടുക്കൂല, നടക്കൂല. അടുത്ത 25-ാം തീയതി വരുമ്പോ അടുത്ത ശമ്പളം വരുമ്പോൾ ഇത് എടുക്കൂല, ഇതെവിടെ കിടക്കുക? അങ്ങനെ ആയ 10-15 പോയിന്റ് ഉരുപ്പടി ഉള്ളതും കൂടി ബാങ്കിനകത്താണ് ഇരിക്കുന്നത്. സത്യമായിട്ടുള്ളത് ഞങ്ങൾ ഒരു വീട്ടമ്മ എന്നുള്ളതും കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ പറഞ്ഞു തരണം. അതായത് വീടുകളെല്ലാം ഫിനാൻഷ്യലി ഇതാണ്. അപ്പൊ പുതിയ ലോൺ എടുക്കും. ഞങ്ങൾ ഈ ഉരുപ്പടിയുടെ കഥ പറയുമ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? പുതിയ ലോൺ എടുക്കും. പുതിയ ലോൺ ആകുമ്പോൾ റിക്കവറി നടക്കുമ്പോൾ ശമ്പളം എത്ര ഉണ്ട് മിച്ചം? അത് അടയ്ക്കാൻ. KSRTC ജീവനക്കാരിയായ ഈ ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 5-ാം തീയതി ശമ്പളം വരും, 15-ാം തീയതി ശമ്പളം വരും എന്നുള്ള പല തീയതികളിൽ ഗവൺമെന്റ് ഇവർക്ക് ഡേറ്റ് കൊടുക്കും. ഈ തീയതികളിൽ ഒന്നും ശമ്പളം വരില്ല. ശമ്പളം വരാത്തപ്പോൾ കുട്ടികളുടെ ഫീസ് അടയ്ക്കാനും അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കുമായി സ്വർണം പണയം വെച്ചും അല്ലെങ്കിൽ ലോൺ എടുത്തും കാര്യങ്ങൾ നടത്തും. ശമ്പളം വരുമ്പോൾ പകുതി ശമ്പളമേ ഉണ്ടാവുകയുള്ളൂ. കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ നമ്മൾ പണയം വെച്ച ഉരുപ്പടി തിരിച്ചെടുക്കാനോ ഒന്നും സാധിക്കില്ല. ഈ ചേച്ചിനെ പോലെ കുറെ അധികം ജോലിക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നുണ്ട്. അവർ പണിയെടുത്ത മുടങ്ങിക്കിടക്കുന്ന ശമ്പളം തിരിച്ചു കിട്ടാനായിട്ട്. കൊണ്ടുപോകുന്നതിന്റെ 4-ാമത്തെ തൂണാണ് മാധ്യമം, അത് മറന്നു പോരുത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ പോകണം. ഇല്ല, നഷ്ടത്തിലൊന്നല്ല. അങ്ങനെ നോക്കിയാൽ പണ്ടാണ് നഷ്ടത്തിൽ. ഇപ്പൊ എംപ്ലോയീസ് കുറഞ്ഞു, വരുമാനം കൂടി, 40% വരുമാനം കൂടി. ഇത്രയും വരുമാനം കൂടിയിട്ട് ഇനിയും നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ ഒന്നും ബ്ലഡ് എടുത്ത് ഇവര് ബോട്ടിൽ അടച്ചു വെച്ച് വിക്കട്ട്, അതേ നടക്കുള്ളൂ. ഞങ്ങൾ എല്ലാരും മരിച്ചാൽ ഇവിടെ നഷ്ടതീര. അങ്ങനെ ഏത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നഷ്ടമില്ലേ? താലൂക്ക് ഓഫീസിൽ നഷ്ടമില്ലേ? വാട്ടർ അതോറിറ്റിയിൽ നഷ്ടമില്ലേ? EB-യിൽ നഷ്ടമില്ലേ? എല്ലായിടത്തും നഷ്ടമുണ്ട്. ഇതിന് മാത്രം ഇത്രയും ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരൊന്നും ഉണ്ടാക്കില്ല, കോടികൾ ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വേണം ഇവർ കൂടുതൽ സംരക്ഷിക്കാൻ. ഇവർക്കൊക്കെ ഗതികേട്ടിലായ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ആരെയില്ല, അറിയാമോ? ഞങ്ങൾ ഇത്രയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ അന്നത്തെ വരുമാനത്തിനെങ്കിലും. അതുകൊണ്ട് ഈ നഷ്ടത്തിലാണ് ഈ കണക്ക് പറയരുത്, നഷ്ടത്തിലാക്കുന്നതാണ്. വിചാരിച്ചാൽ നഷ്ടം ലാഭത്തിലേക്ക് ആക്കാൻ പറ്റും. ഇവർക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാലേ പ്രൈവറ്റ് ബസ് കൊടുക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് ബസ്സിൽ റൂട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നഷ്ടക്കണക്കൊന്നും പറയും. വളരെ വികാര നിർഭരമായിട്ടാണ് ഈ ചേച്ചി സംസാരിക്കുന്നത്. KSRTC നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പബ്ലിക് ബസ്സുകാർക്ക് റൂട്ട് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, പെർമിറ്റ് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി മാത്രം പറയുന്ന ഒരു ഉടായ്പാണ് നഷ്ടത്തിലാണ് എന്നുള്ളത്. KSRTC നഷ്ടത്തിലല്ല. ഇനി പണ്ട് നഷ്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ തീർത്തും നഷ്ടത്തിലല്ല. കാരണം ജീവനക്കാരുടെ എണ്ണങ്ങൾ കുറഞ്ഞു, പല ആൾക്കാർ പിരിഞ്ഞുപോയി, പല ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ KSRTC മുമ്പോട്ട് പോകുന്ന ലാഭത്തിൽ തന്നെയാണ്. ശമ്പളം തരാത്തത് അറിഞ്ഞുകൊണ്ടാണ്, ഗവൺമെന്റിന് അനാസ്ഥയാണ് എന്നെല്ലാമാണ് ഈ ചേച്ചി പറയുന്നത്. ഇനിയും നഷ്ടത്തിലാണെന്ന് പറയുകയാണെങ്കിൽ KSRTC ജീവനക്കാരായ ചേച്ചിനെ പോലെയുള്ള ആൾക്കാരുടെ ബ്ലഡ് ഡൊണേഷൻ നടത്തി നഷ്ടം വീട്ടട്ടെ എന്നുള്ള രീതിയിൽ വളരെ രൂക്ഷമായി അല്ലെങ്കിൽ വികാര നിർഭരമായിട്ടാണ് ഈ ചേച്ചി സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചിന്തിക്കാം, KSRTC-യിൽ നിന്ന് ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്ത് സാധാരണക്കാരൊക്കെ ചെയ്യുന്ന ജോലി പോലെ തൊഴിലുറപ്പ് ജോലികളോ അല്ലെങ്കിൽ കമ്പനികളിലുള്ള ജോലികൾക്കോ അല്ലെങ്കിൽ അവനവന്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് എത്രയോ ജോലികളുണ്ട്, അതിനെന്തിനെങ്കിലും പൊയ്ക്കൂടെ എന്നല്ലേ? പക്ഷെ നമ്മൾ ഇത്ര നിസ്സാരമായി റിസൈൻ ചെയ്തുകൂടെ, രാജിവെച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴും അവരുടെ കുറെ കാലം ഇൻവെസ്റ്റ് ചെയ്ത്, അവരുടെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് PSC പഠിച്ച് നിയമനത്തിൽ കയറി ജോലി ചെയ്യുന്ന ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു നിമിഷം ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുമോ? നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും കിട്ടാനുള്ള ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ജോലി നിർത്തി ഇറങ്ങിപ്പോന്നാൽ ഇവർക്ക് കിട്ടാനുള്ള PF-ഓ ഇവർക്ക് കിട്ടാനുള്ള ശമ്പള കുടിശ്ശികകളോ ഗവൺമെന്റ് കൊടുക്കുമെന്നുള്ളതിന് ആർക്കാണ് ഉറപ്പ്? ആരോടാണ് ഇവർക്ക് പോയി ചോദിക്കാൻ പറ്റുക? അതുകൊണ്ട് മാത്രമായിരിക്കും ഈ ചേച്ചിനെ പോലെയുള്ളവർ പാതി ശമ്പളത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ മുടങ്ങുന്ന ശമ്പളത്തിൽ പോലും ജോലിക്ക് തയ്യാറാവുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത്. മന്ത്രി മാറിയപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇല്ല, ഗണേഷ് കുമാർ മന്ത്രി എന്നപ്പോ ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പുള്ളി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പുള്ളി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളി അത് സ്വയം അറിഞ്ഞ്, പുള്ളി ഞങ്ങൾ മാത്രമല്ല, പുള്ളിക്ക് വോട്ടിട്ട ജനങ്ങള്, പുള്ളിക്ക് പൊതുജനം, കേരളം. ഗണേഷ് കുമാർ ഒരു രീതിയിലും ശ്രമിക്കുന്നില്ല എന്ന് പൂർണ്ണമായി പറയാൻ പറ്റില്ല, അല്ലെ? യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടി പുതിയ നിറത്തിലും പുതിയ രൂപത്തിലും KSRTC ബസ്സുകൾ ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ KSRTC ഡ്രൈവർമാർക്ക് ഒരു വരുമാന മാർഗം എന്നോണം
പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ KSRTCയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നുണ്ട്. തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാർ തന്റെ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി പറയുന്നത് പോലെ ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയുടെ കുടുംബത്തിൽ ഒറ്റയാൾ വരുമാനമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വരുമാനം നിലയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനത്തിന് പകുതി മാത്രം കിട്ടുമ്പോഴോ പല ജീവിത സാഹചര്യങ്ങളെയും അത് പ്രതികൂലമായി അഫക്ട് ചെയ്തിട്ടുണ്ടാകാം. എല്ലാവരും പറയുന്നത് പോലെ ശമ്പളം കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ ജോലി രാജിവെച്ചു പോകാൻ കുറെ അധികം സമയവും കുറെ അധികം എഫേർട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജോലിക്ക് കയറി എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ശമ്പളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ ജീവനക്കാരും മുമ്പോട്ട് പോകുന്നത്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല എങ്കിൽ വാട്ടർ അതോറിറ്റിയിലോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലോ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ ഏത് തസ്തികകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ശമ്പളം കൊടുക്കണ്ട എന്നാണ് ഈ ചേച്ചി പറയുന്നത്. കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന അത്ര പണം പോലും വാട്ടർ അതോറിറ്റിയിലോ പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ ഉണ്ടാക്കുന്നില്ല. അവരുടെ ആ മേഖലകളിൽ എല്ലാം തന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിലും അവർക്ക് ശമ്പളം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഞങ്ങൾ ഇത്രയധികം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും നഷ്ടം എന്ന പേരിൽ ഞങ്ങളുടെ ശമ്പളം പിടിക്കുന്നു, ഞങ്ങളുടെ ശമ്പളം വൈകിപ്പിക്കുന്നു, ഞങ്ങളുടെ ശമ്പളം പകുതിയായി ഞങ്ങൾക്ക് തരുന്നു. ഇതിനെതിരെയെല്ലാം വളരെ രൂക്ഷമായും ശക്തമായുമാണ് ഈ ചേച്ചിനെ പോലെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ KSRTC ജീവനക്കാരുടെ ഭാഗത്തും ന്യായമുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തും ന്യായമുണ്ട്. ഒരു നഷ്ടം വരുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം അഫക്ട് ചെയ്യുന്നതും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ശമ്പളം മാത്രം പിടിക്കുന്നതും എന്തുകൊണ്ടും പൂർണ്ണമായി യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ശമ്പളം കൊടുത്തു തീർക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ. ഞാൻ പങ്കുവച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ സംഭവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ. താങ്ക് യു.